ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സെൽഫ് ലവ് ചെയ്യുന്നു, ഹാപ്പി ആയിരിക്കുന്നു, സ്ട്രോങ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ചെയ്യുന്നതൊരു റിക്വസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നിങ്ങളുടെ റിലേഷൻ ബേസിലാണ് നോക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് ഇതാണ്. നമുക്ക് നമ്പേഴ്സ് നോക്കാം. 12, 11, 3, 2, 6, 3, 1, 7, 9. ഡിസംബർ, മാർച്ച്, ജൂൺ, ഫെബ്രുവരി, ഒക്ടോബർ, ജൂലൈ, സെപ്റ്റംബർ. ഇനിഷ്യൽ വന്നിരിക്കുന്നത് പി, ബി, ഐ, ഒ, ആർ, എസ്, പി. ലെറ്റേഴ്സ് ഇനിയും വരും. ഓക്കെ, നമുക്ക് റീഡിങ് തുടങ്ങാം. സോഡിയക് സൈനും എല്ലാ സോഡിയക് സൈനും ഇതിൽ വരും. ഇനിയും കാർഡ്സ് എടുക്കാനുണ്ട്. അപ്പം നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന പാസ്റ്റ് സമയമാണ് ഫസ്റ്റ് നോക്കുന്നത്. നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണ് ഒരു ഓഫർ കൊടുക്കണമെന്നും അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആലോചിക്കുകയായിരുന്നു ആദ്യം. കുതിരപ്പുറത്തിരിക്കുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടിയായിട്ട് കാണുക. അവരുടെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നതായിട്ടുള്ള ഓഫറാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സണിലേക്ക് എത്തണമെങ്കിൽ മുന്നോട്ടുള്ള വഴി, ആ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് നല്ല റിലേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് കയറുക എന്നുള്ളത് അവരെ കൊണ്ട് അത്ര സാധ്യമായിട്ടുള്ള കാര്യമല്ല. അവർ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് തന്നെ നോക്കിയാൽ മനസ്സിലാകും. ഒരു യുദ്ധം തന്നെ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചിരുന്നാലും അവർ സേഫ് ആയിരിക്കണം അതിനു വേണ്ടി. അപ്പോൾ എന്തും നടത്തുവാനുള്ള തയ്യാറെടുപ്പോടു കൂടി തന്നെയാണ് ഈ ഒരു റിലേഷനിലേക്ക് അവർ മനഃപൂർവ്വമായിട്ട് കടന്നു വന്നതാണ്. ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിന് സ്വന്തമാക്കുന്നതിന് നിങ്ങളുടെ റിലേഷനെ തകർക്കണം. ഒരിക്കലും നേരിട്ട് വന്ന് ഒരു റിലേഷനെ തകർക്കാൻ കഴിയത്തില്ല. അതിന് നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധ പിടിച്ചെടുത്തെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷനിലേക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് അവർ പല ഇമോഷണൽ പരമായിട്ടും 9 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. പല ഇമോഷണൽ പരമായിട്ടും നിങ്ങളുടെ പേഴ്സണെ അവർ സ്വാധീനിച്ചു. ആ ഒരു സമയത്ത് നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പേഴ്സൻ്റെ അടുത്തേക്ക് ചില നെഗറ്റീവ് തോട്ടുകളും നെഗറ്റീവ് വാക്കുകളുമായിരിക്കും ചെന്നിരുന്നത്. മാത്രമല്ല നിരന്തരമായ അഫർമേഷനും മറ്റു കാര്യങ്ങളും കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനിൽ ഒരു ബ്രേക്ക് സംഭവിച്ചു, ഒരു ബ്രേക്ക് ത്രൂ സംഭവിച്ചു. പൊട്ടിത്തെറിച്ചിരിക്കുന്നതായ റെഡ് കഷ്ണങ്ങളെ നമ്മൾ ശക്തിയായിട്ടും ആധിപത്യമായിട്ടും നിശ്ചിതദാർഢ്യമായിട്ടൊക്കെയാണ് കരുതുന്നത്. അത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണിൽ കൊണ്ടുവരുവാൻ സാധിച്ചു. നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, മാനസിക അസ്വസ്ഥത ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നിങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് 6 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തങ്ങളിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ വിഷമമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരങ്ങളോ ഉണ്ടാകുമ്പോഴത്തേക്ക് തേർഡ് പാർട്ടിയുമായിട്ടുള്ളൊരു കോൺടാക്റ്റ് വന്ന സ്ഥിതിക്ക് തേർഡ് പാർട്ടി ഓട്ടോമാറ്റിക്കലി നിങ്ങളെ വിഷയം എടുത്തിടുകയും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനിടയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. കാരണം 6 ഓഫ് പെൻറ്റിക്കിളിൽ 3 വ്യക്തികളുണ്ട്. ആ 3 വ്യക്തികളിൽ 2 വ്യക്തികളാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുന്നത്. തേർഡ് പാർട്ടി 9 ഓഫ് കപ്പിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങളുടെ പേഴ്സണോടൊപ്പം കാണിച്ചപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധ മുഴുവനും തേർഡ് പാർട്ടിയിലേക്ക് പോവുകയും നിങ്ങൾ ആ ഒരു സമയത്ത് വീണ്ടും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് പേഴ്സൻ്റെ സമയമോ മെസ്സേജോ കോളോ ഒന്നും കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ വീണ്ടും പേഴ്സണെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നിങ്ങളുടെ ഇടയിൽ വരികയും ചെയ്തു. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ചിലപ്പം പേഴ്സൺ ബിസി ആവുകയോ മറ്റോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും ഇറിറ്റേഷൻ കൂടുകയും ആ ഒരു ഇറിറ്റേഷൻ നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങളൊരു ബേർഡനായിട്ട് തീരുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഈ ഒരു റിലേഷൻ സ്വാഭാവികമായും ബേർഡനായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് മാറുകയും ആ കാര്യങ്ങളിൽ ആ ഒരു സമയം വരെയും നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് ഒരു അഫെക്ഷനോ കാര്യങ്ങളോ യാതൊന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു നോർമൽ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് നല്ല രീതിയിൽ ആ ഒരു വഴക്ക് കൂടുതൽ ഡീപ്പിലേക്ക് പോകുന്നതിനും നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ ടൈം തേർഡ് പാർട്ടിയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനും അവിടെ അവർക്ക് സാധിച്ചു. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഐസൊലേഷനായി. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഐസൊലേഷനാണ്. തേർഡ് പാർട്ടി കാർഡ് തന്നെയാണ്. ഒരുപാട് പെയിൻ അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇരുന്നു. അതേ പെയിൻ നിങ്ങളുടെ ലൈഫിലും ഉണ്ടായി.
തേർഡ് പാർട്ടി അതേ തക്കം നോക്കി തന്നെയാണ് ഒരു ഫാമിലി, ഒരുപക്ഷെ ഫാമിലി ആകാം, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ കെയറിങ്ങും കാര്യങ്ങളുമായിട്ട് അവരുടെ മറ്റൊരു മുഖം, തേർഡ് പാർട്ടിയുടെ ഒറിജിനൽ മുഖം അവർ മാറ്റി വെച്ചുകൊണ്ട് ഒരുപാട് ക്ഷമയും സ്നേഹവും കെയറിങ്ങും ഒക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ഒരു കുടുംബിനി അല്ലെങ്കിൽ ഒരു കുടുംബനാഥനായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ വരികയും, ഒരു ലോയൽ ആയിട്ടുള്ള ഫാമിലിയിൽ എങ്ങനെയാണ് ഒരു വ്യക്തി നിൽക്കുന്നത്, നമ്മൾ അതിൽ ഡോഗിനെ കാണിക്കുന്നുണ്ട്. ഡോഗിനെ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും നമ്മൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും അതിനെ ഒന്ന് തലോടിയാൽ മതി, പിന്നെ ജീവിതകാലം മുഴുവനും നമ്മളോട് സ്നേഹം കാണിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവർ അഭിനയിക്കുകയായിരുന്നു. ഒരു കുടുംബജീവിതത്തിൽ വേണ്ട നോളജും കാര്യങ്ങളും ഒക്കെ എന്താണ്, ഒരു കുടുംബത്തെ നിലനിർത്താനും ആ ഒരു കുടുംബത്തിലെ ഐക്യത എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ക്ലാസ് വരെ എടുത്ത് കൊടുക്കുന്ന ഒരു ടീച്ചറായിട്ട് തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ തേർഡ് പാർട്ടി നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സ്വാഭാവികമായും വിചാരിക്കും ഒരു റിലേഷനെ കുറിച്ച് ഇത്രത്തോളം ഘോരഘോരമായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫാമിലി എങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഈ ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഏറ്റവും സമാധാനവും സന്തോഷവുമായിരിക്കുമെന്ന് നിങ്ങളുടെ പേഴ്സൺ സ്വാഭാവികമായിട്ടും വിചാരിക്കും. ഒരുപാട് പക്വതയായിട്ടും ഒക്കെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയെ തോന്നുകയും പതുക്കെ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരുപാട് പെയിനും ഹൃദയം തകർത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് തേർഡ് പാർട്ടി സ്ഥാനം ഏറ്റെടുത്തു. ഇപ്പം നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുകയാണ് ഈ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം. രണ്ട് മുഖമുള്ളതായിട്ട് കാണിച്ചിരുന്നു. ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുകയാണ്. മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ റിലേഷനിലേക്ക് ഇടിച്ചു കയറി വന്നതാണെന്നും നിങ്ങളുടെ റിലേഷനെ തകർത്ത് അതിൽ സമാധാനം ശാന്തിയും എല്ലാം നശിപ്പിച്ച് നിങ്ങളുടെ പേഴ്സണെ ചതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചുകൊണ്ട് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് വന്നതാണെന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുകയും ഇപ്പം 8 ഓഫ് സോഡിൻ്റെ പെയിൻ അനുഭവിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഗിൽറ്റാണ്. നിങ്ങളോട് കാണിച്ചതിനെല്ലാം അവർ വേദന കൊണ്ട് മുഖം പൊത്തുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ്. വളരെ ഡിപ്രഷൻ ഫീലിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാർഡിൻ്റെ ഇതിൽ കാണുന്നതിൽ തേർഡ് പാർട്ടി ഇപ്പം നിങ്ങളുടെ പേഴ്സണോടൊപ്പം ഇല്ല എന്ന് കാണുന്നു. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഈ ഒരു റീഡിങ്ങിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഈ ഒരു ടൈമിൽ കറണ്ട് സിറ്റുവേഷനാണ് നോക്കിയിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് ഓടി. കാരണം തേർഡ് പാർട്ടിക്ക് ഒരുപാട് ഓപ്ഷൻ ഉള്ള വ്യക്തിയാണെന്നും 7 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഓപ്ഷൻ ഉള്ളതും പണത്തിന് വേണ്ടി അവർ എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് മറ്റ് വ്യക്തികളുണ്ടെന്നും അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടെന്നും അറിഞ്ഞ സമയം തന്നെ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഹെർമിറ്റാണ്, ഐസൊലേഷൻ ആയിരിക്കുകയാണ്. മാനസികമായും ശാരീരികമായും തളർന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണ് പണമോ മറ്റോ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ മാനസികമായി ഗിൽറ്റ് ഫീല്, സ്വന്തം ആത്മാവ് തന്നെ അവരെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ. ഓക്കെ, ഇവിടെ ഗിൽറ്റ് ഫീലും വന്നിട്ടുണ്ട്, ഹെർമിറ്റും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ചതിച്ചതിൻ്റെ ആ ഒരു കുറ്റബോധം അവരുടെ മനസ്സിലുണ്ട്. തേർഡ് പാർട്ടി ഒരു മജീഷ്യനാണെന്നും അവരാഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുത്ത് പോകുക, ഓരോ ആൾക്കാരെ അടുത്ത് ചെന്നിരുന്നാലും അവരാഗ്രഹിക്കുന്നത് എന്താണോ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. പണത്തിന് വേണ്ടിയിട്ട് 3 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. പണത്തിന് വേണ്ടിയിട്ട് അവർ ഓരോ വ്യക്തികൾക്കും ഓഫർ കൊടുത്ത് അവരാഗ്രഹിക്കുന്ന വ്യക്തികളെ സ്വന്തമാക്കി പോകുന്ന ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി. മജീഷ്യൻ വന്നിട്ടുണ്ട്, ഏസ് ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്. ഒരു അബണ്ടൻസ് അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് അവർ ഓഫർ കൊടുക്കുക, അവർ സ്വീകരിക്കും. പണത്തിന് വേണ്ടിയിട്ടാണോ എന്തിനാ വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ സ്വന്തമാക്കിയിരിക്കും. മജീഷ്യനാണ്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നത് ജഡ്ജിമെൻറ്റിനെയാണ്. താൻ ചെയ്തു പോയ കുറ്റങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ച തെറ്റിന് ഒരു ജഡ്ജിമെൻറ്റ് വരുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഭയക്കുന്നു. നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നല്ല ഫൈറ്റാണ്. ഇപ്പോൾ അവിടെ വഴക്കുണ്ടാകുന്നതിന് കാരണം നിങ്ങളുടെ പേര് ചൊല്ലിയാണ് അവിടെ വഴക്കുണ്ടാകുന്നത്. നിങ്ങളുടെ റിലേഷൻ്റെ ഇടയിലേക്ക് അവർ വന്നതും
ചതിച്ചാണ് വന്നതെന്നുള്ള കാര്യമൊക്കെ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകുകയും നിങ്ങളുടെ പേഴ്സൺ അവിടെ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും വിട്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു സമയം തേർഡ് പാർട്ടി വീണ്ടും പേഴ്സൻ്റെ അടുത്തോട്ട് ഓഫറുമായിട്ട് ചെല്ലുന്നുണ്ടെങ്കിലും അത് സ്വീകരിക്കത്തില്ല. കാരണം തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ രൂപം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഓൾറെഡി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി ഫ്യൂച്ചറിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു റിലേഷനെ കുറിച്ച് ഒരുമിച്ച് നോക്കേണ്ട കാര്യമില്ല. എന്നിട്ടും ഞാൻ നോക്കി ഫ്യൂച്ചറിൽ തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കാർഡ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഫ്യൂച്ചറിൽ തേർഡ് പാർട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ ആ ഒരു ശീലത്തെക്കുറിച്ചുമൊക്കെ നാട്ടിലും ആൾക്കാരുടെ ഇടയിലൊക്കെ ഒരു സംസാരം ആകുകയും നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് അപമാനഭാരങ്ങളും ദുഃഖവുമായിട്ട് പുറത്തിറങ്ങാൻ വയ്യാതെ ഡിപ്രഷനിലായിട്ടുള്ള മൂഡിലേക്ക് പോവുകയും ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടതായിട്ട് വരും. അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവർ അനുഭവിക്കേണ്ടതായി വരും. രണ്ടിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് ഫൂൾ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കാർഡിൻ്റെയും തേർഡ് പാർട്ടിയുടെ കാർഡിൻ്റെയും ഇടയ്ക്ക് വന്നിരിക്കുന്നത് ഫൂൾ കാർഡാണ്. നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഫൂൾ കാർഡ് വരുന്നത് അവർ ഈ ഒരു റിലേഷനിലേക്ക് വന്നത് തെറ്റായിരുന്നു എന്നും അവർക്ക് യൂണിവേഴ്സ് കൊടുത്തിരുന്നു ഈ ഒരു റിലേഷനിലോട്ട് കടന്നു ചെല്ലരുത്, മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ഒരു കുഴിയിലേക്കാണ് എന്നുള്ള അത് മനസ്സിലാക്കാതെ അവർ നിങ്ങളുടെ റിലേഷനിലേക്ക് കടന്നു വന്നു. അതിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഡോഗി പുറകിൽ നിന്ന് വിളിക്കുകയാണ്, അങ്ങോട്ട് പോകരുത് പോകരുത് എന്ന് തേർഡ് പാർട്ടിയോട് വിലക്കിയിട്ടും തേർഡ് പാർട്ടി ഗോ വിത്ത് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ഗമണ്ട് അവർക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവരുടെ സൗന്ദര്യം, അവരുടെ കാശ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവർ ഒരു ഫാഷനായിട്ട് നടക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഫാൻറ്റസി ലോകത്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. ഫാൻറ്റസി ലോകം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഡ്രസ്സാണ് ഫാൻറ്റസി ലോകത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ഉപദേശങ്ങളോ കാര്യങ്ങളോ അവർ ചെവിക്കൊള്ളത്തില്ല. അവർ അവരുടേതായ രീതിയിൽ ആ തല ഉയർത്തിപ്പിടിച്ചിരിക്കുക എന്നുള്ളത് അവരുടെ അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഗമണ്ടിൻ്റെയും കാര്യമായിട്ട് സൂചിപ്പിക്കും. മുൻകൂട്ടി പറഞ്ഞിരുന്ന യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് ആ റിലേഷനിലോട്ട് കടന്നു പോയില്ല എങ്കിൽ ഒരു വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരുമെന്ന് ഒരറിയിപ്പ് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും കൊടുത്തിരുന്നു. നിങ്ങളുടെ പേഴ്സൺ 8 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ആ റിലേഷനിൽ നിന്നും പൂർണ്ണമായും നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ കണ്ണീരോ വേദനയോ കരച്ചിലോ ഒന്നും തന്നെ കാണാതെ, അല്ലെങ്കിൽ സ്നേഹമോ യാതൊന്നും കാണാതെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്നും വിട്ട് നിങ്ങളിലേക്കാണ് വരുന്നത്. നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ ഈ കാർഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 7 ഓഫ് വാണ്ട്, 7 ഓഫ് 8 ഓഫ് കപ്പ്, 7 ഓഫ് പെൻറ്റിക്കിൾ, 6 ഓഫ് പെൻറ്റിക്കിൾ. നിങ്ങളെ എവിടെയാണോ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നത് ആ ബ്ലോക്കെല്ലാം മാറ്റി നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ബൗണ്ടറി എല്ലാം എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവർ ദൂരെ നിന്ന് നോക്കുകയാണ്. എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടോ, ഈ റിലേഷനിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാകുമോ, നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാൻ, നിങ്ങളിലേക്ക് സ്നേഹം തരുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാകുമോ, ഇനി പഴയതുപോലെ നിങ്ങൾ അവരെ സ്നേഹിക്കുമോ, തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആ പഴയ ഒരു വിശ്വാസം ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലും ഉണ്ട്. ഇതിൽ ആദ്യത്തെ 2 കാർഡ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജും, രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്ന മെസ്സേജുമാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറയുന്ന മെസ്സേജ്, നിന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല. 8 ഓഫ് കപ്പാണ് ഈ ഒരു മെസ്സേജിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ കപ്പിനെ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് ഈ ഒരു മെസ്സേജിന് കറക്റ്റായിട്ട് വരുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങളെ തെറ്റിച്ചത് തേർഡ് പാർട്ടിയാണ് എന്ന് മനസ്സിലാക്കി തേർഡ് പാർട്ടിയുടെ ലൈഫിൽ മറ്റ് കുറേ ആൾക്കാരുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു വാക്ക് പറയുന്നത്, ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു പകയോട് കൂടിയാണ്, തേർഡ് പാർട്ടിയോട് ഒരു പകയോട് കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ പോയിരിക്കുന്നത്. തേർഡ് പാർട്ടിക്കും പെയിൻ തന്നെയാണ് എങ്കിൽ പോലും തേർഡ് പാർട്ടി ഈ ഒരു സങ്കടപ്പെട്ട് കരയുന്ന സമയത്തും പറയുന്നതാണ്,
നീ എന്നെ സ്നേഹിച്ചിരുന്നില്ല, എൻ്റെ പണത്തെയാണ് സ്നേഹിച്ചിരുന്നതെന്ന് അവർ വിളിച്ചു പറയുന്നുണ്ട്. ഒരു പക്ഷേ വല്ല ഓഫർ കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ പേഴ്സൺ ഓഫർ കൊടുത്തിട്ടുണ്ടായിരിക്കാം. പിന്നെ പറയുന്നത് നിങ്ങൾ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ തേർഡ് പാർട്ടി ഒരുപാട് എക്സ്പെൻസ് തൻ്റെ കയ്യിൽ നിന്നും ചിലവാക്കി എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ കൊടുത്തിട്ട് വിളിച്ചു പറയുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു 2 കാർഡ് എടുക്കാം. റീഡിങ് നീട്ടുന്നില്ല. നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ്, ഈ ഒരു ടൈമിൽ എന്ത് ഫീലിങ്സാണ് നിങ്ങളോടുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അപമാന ഭാരം കൊണ്ടായിരിക്കാം, ഒരു നല്ല വിഷമമാണ്. മൂണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നല്ല മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു ഗ്രോത്ത്, എത്രയും പെട്ടെന്ന് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. 4 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും എല്ലാം അവർ റിഗ്രറ്റ് ഫീലാണ്. അവർ സ്വന്തമായിട്ട് തന്നെ ഐസൊലേഷനായിട്ട് അത്രയും പെയിൻ അനുഭവിക്കുന്നുണ്ട്. എന്തൊക്കെ പണത്തിൻ്റെ പിറകെയാണെങ്കിലും മറ്റെന്തിൻ്റെ പിറകെ പോയിരുന്നാൽ കൂടിയും നിങ്ങളെന്നൊരു വ്യക്തിയെ അവരുടെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചിരുന്നു എന്നും ദ ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് വേണ്ടി ഒരു മെസ്സേജും കൂടി എടുക്കാം. ഒരു മെസ്സേജ് എടുത്തിട്ടുള്ളൂ. എനിക്ക് ഇപ്പോഴും നിന്നോട് അങ്ങനെ തന്നെയാണ്, എങ്ങനെയായിരുന്നോ ഫസ്റ്റ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ്, എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടി അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്, നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത് പോലെ തന്നെ യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് വരണം എന്നുള്ള രീതിയിൽ അഫർമേഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.